എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ റെബേക്ക അവളാണെങ്കിൽ ആ ടോയ് സോൾജിയറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ലൂഫിക്ക് അവൻ ആരാണെന്ന് മനസ്സിലാവും. ലൂഫി അവളോട് പറയും അവൻ ആ എൻട്രൻസിലുണ്ടായിരുന്ന ചുവന്ന കുപ്പായിട്ട സോൾജിയറിലെ. അതിനവൾ പറയും അതെ, ഞങ്ങൾ മനുഷ്യരെ പോലെ തന്നെയാണ്. പാരൻസ് ഇല്ലാത്തവർക്ക് പാരൻസ് ആയിട്ടും ഫ്രണ്ട്സ് ഇല്ലാത്തവർക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അവർക്ക് മാറാൻ കഴിവുണ്ട്. പക്ഷേ എന്താ, ഒരു സമയം കഴിഞ്ഞാൽ അവർ ഞങ്ങൾ നോർമൽ മനുഷ്യരുമായിട്ട് ഇടപഴകാൻ പാടില്ല എന്നാണ് നിയമം. ആക്ച്വലി ഈ റെബേക്കയ്ക്കും അവർ യഥാർത്ഥ മനുഷ്യരായിരുന്നുവെന്നും അവരെ ഇപ്രകാരം മാറ്റിയതാണെന്ന് അറിയില്ല. റെബേക്കയുടെ അമ്മ അന്ന് ഭക്ഷണം അന്വേഷിച്ച് ആ കാട്ടിലേക്ക് പോയി. അതിനുശേഷം തിരികെ വന്നത് ഓരയിൽ കുളിച്ച് ഒരുപാട് മുറിവുകളോടെയാണ്. ക്ഷണവേഗത്തിൽ തന്നെ അവളുടെ അമ്മയ്ക്ക് ജീവൻ നഷ്ടമായി. അന്നു മുതൽ റെബേക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് അവളെ വളർത്തി ഇവിടെ വരെ എത്തിച്ചത് ടോയ് സോൾജിയറാണ്. അവൾ അങ്ങനെ ഒരുപാട് വിഷമത്തില് അവളുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഇപ്പൊ ലൂഫിയെ തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ലൂഫി നിലത്ത് വീണുപോയ കുറച്ച് ഫുഡ് അത് ഫോർക്ക് വെച്ച് കുത്തി തിന്നുന്നതായിട്ട് അവൾ കാണുക. അവൾ പ്രത്യേകിച്ച് ഒന്നും പറയാതെ കോട്ടൊക്കെ എടുത്തിട്ട് ഡി ബ്ലോക്കിന്റെ ഫൈറ്റിന് വേണ്ടി നടന്നകലും. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, നിന്നെ കണ്ട ഒരു നല്ല കുട്ടിയായിട്ട് തോന്നുന്നുണ്ട്, നെക്സ്റ്റ് ടൈം കാണുമ്പോഴും എനിക്ക് ഇതുപോലെ ഫുഡ് വാങ്ങിത്തരുമോ. അവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുക്കാതെ മുൻപിലേക്ക് അങ്ങനെ നടന്നു നീങ്ങും. റെബേക്കയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ മാച്ച് ജയിക്കണം എന്നൊരു ചിന്ത മാത്രമാണ് ഉള്ളത്. അപ്പൊ അവളാണെങ്കിൽ ചെറുപ്പത്തിൽ അവളുടെ അമ്മയ്ക്ക് അവളോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കും. അവൾക്ക് പപ്പ ഇല്ലെങ്കിലും അവളുടെ അമ്മയും അവളും വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചത്. അവർ കൃഷി ചെയ്യുന്ന കുറെ പൂക്കള് അത് ഡെയിലി കളക്ട് ചെയ്ത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് അവരാരും പ്രതീക്ഷിക്കാത്ത ആ ഒരു വലിയ കാര്യം സംഭവിച്ചത്. അവരുടെ കിങ്ങിന്റെ ആർമി അതിപ്പോ ഗ്രാമങ്ങളിലേക്ക് മുഴുവനും വലിയൊരു അറ്റാക്ക് അയച്ചുവിട്ടിരിക്കുകയാണ്. റെബേക്കയും അവളുടെ അമ്മയും ആ കാഴ്ച കണ്ട് ഷോക്കാവും. പാലസ് പോലും കത്തി എരിയുന്നത് അവർക്ക് വിശ്വസിക്കാനാവില്ല. ആ കാഴ്ചകളൊക്കെ നോക്കി നിൽക്കുമ്പോഴായിരിക്കും ഇപ്പൊ ആ വില്ലന്മാര് അവർക്ക് നേരെ ഓടി അടുക്കുക. റെബേക്കയുടെ അമ്മ അവളെ എടുത്ത് അവിടുന്ന് ഓടും. അവർക്ക് പിടികിട്ടും ഇതിന്റെ എല്ലാം പിന്നില് സാക്ഷാൽ ഡോഫ്ലമിംഗോ തന്നെയാണെന്ന്. ഉടനെ ടോയ് സോൾജിയർ ആണെങ്കിൽ ചാടി വീണ് ആ വില്ലന്മാരെയൊക്കെ ഷൂട്ട് ചെയ്ത് താഴെയിട്ട് അവളെയും അവളുടെ അമ്മയെ സേവ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. നീണ്ട 3 ദിവസം ആരുടെയും കണ്ണിൽ പെടാതെ റെബേക്കയും അവളുടെ അമ്മയും ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. ആ സൂര്യകാന്തി പൂവുകൾക്ക് സമീപമാണ് അവർക്ക് അങ്ങനെ ഒളിച്ചിരിക്കാനായിട്ടൊരു സ്ഥലം കിട്ടുക. അവളുടെ അമ്മ അവളെ ആശ്വസിപ്പിച്ച് ഗ്രാമത്തിലേക്ക് പോയി എന്തെങ്കിലും ഫുഡ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നറിയാൻ അവിടേക്ക് കടന്നു വരികയാണ്. പക്ഷെ ഓൺ ദ സ്പോട്ട് വില്ലന്മാര് റെബേക്കയുടെ അമ്മയെ ആ ഗ്രാമത്തിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലും. ടോയ് സോൾജിയറിനാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അല്പസമയം കഴിഞ്ഞ് ടോയ് സോൾജിയർ അവളുടെ അമ്മയുടെ ഡെഡ് ബോഡി ആയിട്ട് അവളുടെ അടുത്തേക്ക് വരും. അവൾ ഒരു സെക്കൻഡ് ആ ബോഡി കണ്ട് ഫ്രീസ് ആവും. റെബേക്കയുടെ അമ്മ അവസാനമായി അവൾക്ക് വേണ്ടി കളക്ട് ചെയ്ത ഫുഡ് അതാ ടോയ് സോൾജിയർ അവൾക്ക് നേരെ നീട്ടും. റെബേക്ക ആണെങ്കിൽ ആ ഫുഡൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് വരും. അമ്മ, ഇത് ഞാനാണ് റെബേക്ക, പ്ലീസ് കണ്ണു തുറക്കെന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയാണ്. ടോയ് സോൾജിയർ ആണെങ്കിൽ അവളുടെ വാ പൊത്തിപ്പിടിക്കും. റെബേക്ക, ശബ്ദം ഉണ്ടാക്കരുത്, നമ്മളെ തേടി ആ വില്ലന്മാർ വരുന്നുണ്ട്. നമ്മുടെ ശബ്ദം കേട്ടാ അവരിവിടേക്ക് വന്ന് നമ്മളെയും ഇല്ലാതാക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടോയ് മാൻ ആളാണെങ്കിൽ ഒരുപാട് നിർബന്ധിച്ച് അവളെ കൊണ്ട് ആ ഫുഡ് കഴിപ്പിക്കും. റെബേക്ക, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അമ്മ റോയൽ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയാണ്. നീയും റോയൽ ബ്ലഡ് ആണ്. ആ ഡോഫ്ലമിംഗോ അവൻ നമ്മുടെ രാജ്യം കൈയടക്കി കഴിഞ്ഞു. ഇപ്പൊ അവന്റെ അണ്ടറിലാണ് നമ്മുടെ രാജ്യം ഉള്ളത്. ആ ഡോഫ്ലമിംഗോയുടെയോ അവന്റെ ആൾക്കാരുടെ കയ്യിലോ നിന്നെ കിട്ടിയാ തീർച്ചയായിട്ടും അവർ നിന്നെ കൊന്നുകളയും. നിന്റെ അമ്മയെ എന്നെ കൊണ്ട് രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല, പക്ഷെ നിന്നെ എന്ത് വില കൊടുത്തും ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. അവളാണെങ്കിൽ നിർത്താതെ കരയാണ്. അവളെ സമാധാനിപ്പിക്കാനായിട്ട് ആ ടോയ് സോൾജിയർ ആള് കുട്ടിക്കരണം മറിഞ്ഞും കോക്കറിയൊക്കെ കാണിക്കും. പക്ഷെ അവള് അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവളുടെ വീട് ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു നീങ്ങും. ടോയ് സോൾജിയറും അവളുടെ പിന്നാലെ പോവും. കട്ട് ചെയ്ത ഐലാൻഡിലാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഡോഫ്ലമിംഗോയുടെ പേരൊക്കെ വിളിച്ച് ജയ് വിളിക്കുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആ ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരും. ഇവിടെ ദരിദ്രരായിട്ട് ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോയ് സോൾജിയറും ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ ജോലിയൊക്കെ ചെയ്ത് റെബേക്കയെ വളർത്താനായി പണം കൂട്ടി വെക്കും. അവൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തും പാട്ടുപാടിയും ഡാൻസ് ചെയ്തും അവളെ എൻജോയ് ചെയ്യിപ്പിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഇപ്പൊ താമസിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ നാടോടികളെ പോലെ ഓരോ തെരുവിലൂടെയും അവർ അലഞ്ഞു തിരിഞ്ഞു നടക്കും. പക്ഷേ ടോയ് സോൾജിയർ അവൾക്കൊരു പ്രോമിസ് കൊടുക്കും, ഒരു കാരണവശാലും നിന്നെ ഞാൻ കൈവിടില്ല, എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും
നമ്മുടെ ടോയിയും റബേക്കയും അവർ രണ്ടുപേരും നല്ല തിക് ഫ്രണ്ട്സായി നല്ല കൂട്ടായി ഇപ്പോ ഐലാൻഡിൽ നിന്ന് ഒരുപാട് ദൂരം നടന്നകന്നിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആർമിയുടെ അറ്റാക്കില് മുഴുവനായിട്ടും തകരാത്ത ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് നമ്മുടെ ആൾക്കാർ വരികയാണ്. അവിടെയുള്ള ഒരുപാട് പേര് അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വീടുകളിൽ പലതിലും ഇപ്പൊ ആൾതാമസമില്ല. ടോയ് ആണെങ്കിൽ ഒരു അപ്പാപ്പനോട് സംസാരിച്ച് അതിലൊരു വീട് അവർ സ്വന്തമായി എടുക്കും. റെബേക്ക വീട്ടില് ഹാപ്പി ആയിട്ട് താമസിക്കും. ടോയ് സോൾജിയർ ആണെങ്കിൽ അവൾക്ക് കാവലിന് പുറത്തും. റെബേക്ക ആണെങ്കിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അവിടെ സാധാരണ ജനങ്ങളും ടോയ്സും എല്ലാം ഒരുമിച്ച് കളിക്കുക, ചിരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക ഒക്കെ ചെയ്യാണ്. പക്ഷെ നൈറ്റ് ആവുമ്പോൾ ടോയ്സുകൾക്കൊന്നും മനസ്സിന്റെ കൂടെ നിൽക്കാനായിട്ട് അവകാശമില്ല. അതുകൊണ്ട് നമ്മുടെ ടോയ് സോൾജിയറും ബാക്കിയുള്ള ടോയ്സിന്റെ അടുത്തേക്ക് പോകും. രാവിലെ റബേക്ക എഴുന്നേൽക്കുന്നതിന് മുൻപായിട്ട് തന്നെ അവൻ വീടിന്റെ പരിസരത്ത് വന്ന് അവൻ വന്നു എന്നറിയിക്കാനായിട്ട് ഒരു പൂവിന്റെ ഇതള് ജനലിലൂടെ അകത്തേക്കിടും. അത് കാണുമ്പോൾ റബേക്കയ്ക്ക് മനസ്സിലാവും അവൻ എത്തിയെന്ന്. ടോയ് സോൾജിയർ ആണെങ്കിൽ രാവിലെ തന്നെ ആ വീടിന്റെ മുകളിൽ കയറി മുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഐസൊക്കെ ക്ലീൻ ചെയ്യും. അതിനുശേഷം അവർ ഐസൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ച് പിന്നീട് ടോയ് സോൾജിയർ ദൂരെയുള്ള ഒരു ഡ്രസ് ഷോപ്പിലേക്ക് പോവാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവൾ ഒന്നൊന്നായിട്ട് എടുക്കും. അത് കാണുമ്പോൾ ടോയ് സോൾജിയറിന്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം. റബേക്കയെ നല്ല രീതിയിൽ വളർത്താനായിട്ട് കിട്ടുന്ന എല്ലാ ജോലികളും അവൻ ചെയ്യും. ക്ലീനിങ്, ഫിഷിങ്, അങ്ങനെ എല്ലാം. ഫിഷിങ്ങിന്റെ ഇടയിൽ വലിയൊരു സ്രാവ് അവന്റെ തലയിൽ കടിച്ചു പറിക്കും. പക്ഷെ അവനാണെങ്കിൽ അതിലൊന്നും വളർന്നു പോവാതെ വീണ്ടും വീണ്ടും അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. റബേക്കയുടെ ബർത്ത്ഡേ അത് അടിപൊളിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിക്കും. അങ്ങനെ അവൻ റബേക്കയെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അറിയിപ്പിക്കാതെ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. ഓരോ ദിവസവും അവൻ വീട്ടിലേക്ക് എത്തി എന്നറിയിക്കുവാനായിട്ട് പൂവിന്റെ ഓരോ എതിറുകളായിട്ട് ജനൽ വഴി അകത്തേക്കിടും. റബേക്ക ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ബോൾ കളിക്കുമ്പോൾ ഏതോ ഒരുത്തൻ ബോൾ വെച്ച് അവളെ അടിക്കും. അത് കണ്ട നമ്മുടെ ടോയ് സോൾജിയർ ചാടി വന്ന് അവനെ അടിച്ച് തെറിപ്പിക്കും. അങ്ങനെ ആരൊക്കെ അവളെ ശല്യപ്പെടുത്തുന്നുണ്ടോ അവരെ എല്ലാവരെയും വേണ്ടതുപോലെ കാര്യമായിട്ട് അവൻ കൈകാര്യം ചെയ്യും. അങ്ങനെ വീണ്ടും അവർ സന്തോഷത്തിൽ ചിത്രമൊക്കെ വരച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് രണ്ട് വില്ലന്മാര് അവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവർ നോട്ടീസ് ചെയ്യാണ്. ഒരു ദിവസം ടോയ് സോൾജിയർ അവൻ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴായിരിക്കും റബേക്കയെ വീട്ടിൽ കാണാനില്ല. അവൾ എവിടെ പോയി, അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ടോയ് സോൾജിയർ ആണെങ്കിൽ ആ സ്ഥലം മുഴുവൻ അരിച്ചു പെറുക്കാണ്. റബേക്ക റബേക്ക എന്ന് വിളിച്ച് അത് ലേക്ക് സൈഡിലേക്ക് വരും. അപ്പോഴായിരിക്കും രണ്ടുപേര് ചേർന്ന് റബേക്കയെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് കാണുക. അവനാണെങ്കിൽ ഫുൾ കലിപ്പില് അവർ രണ്ടുപേരെ ഫോളോ ചെയ്യാണ്. ആ വില്ലന്മാര് ടോയ് സോൾജിയറിനെ കാണും. ഒരു ടോയ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ടോയ് സോൾജിയർ ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ചാടി വന്ന് അതിലൊരു വില്ലനെ ചവിട്ടി താഴെയിടും. അതിനുശേഷം അവന്റെ ടോയ് ഗണ്ണെടുത്ത് അടുത്ത വില്ലനെ അച്ചരം പൊച്ചറ അടിക്കുകയാണ്. ആ വില്ലനാണെങ്കിൽ ഗണ്ണെടുത്ത് ടോയ് സോൾജിയറിനെ ഷൂട്ട് ചെയ്യും. സോൾജിയർ തെറിച്ചുപോയി അടിച്ചു വീഴും. പക്ഷെ അപ്പോഴും അവൻ റബേക്കയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വന്ന് അവനെ തല്ലി തല്ലി താഴെയിട്ട് റബേക്കയെ രക്ഷപ്പെടുത്തുകയാണ്. ടോയ് സോൾജിയറിന് റബേക്കയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ എന്താ, അവന്റെ പേര് അതിപ്പോ വാണ്ടഡ് ലിസ്റ്റിൽ വന്നിരിക്കുകയാണ്. സോ കാര്യം കൈവിട്ട് പോയതുകൊണ്ട് തന്നെ ഇപ്പോ ടോയ് സോൾജിയറിന് അവിടെ ജീവിക്കാനായിട്ട് കഴിയില്ല. അവൻ റബേക്കയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോകും. കുഞ്ഞ് റബേക്കയാണെങ്കിൽ ഇപ്പൊ പതിയെ പതിയെ കുറേശ്ശെ വളർന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ അവൾക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ അവള് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ആരെയും ഹേർട്ട് ചെയ്യില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തതാണ് ആരെയും ഹേർട്ട് ചെയ്യില്ല എന്ന്. എനിക്കത് ബ്രേക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അതിനവനാണെങ്കിൽ അവളെ കൺവിൻസ് ചെയ്യും. ഇതൊന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല, നിന്റെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ്. ഇത് നീ പഠിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവൾക്ക് ട്രെയിനിങ് കൊടുക്കും. ആദ്യമൊക്കെ അവൾക്കത് ഭയങ്കര ഹാർഡായിട്ട് തോന്നും. പിന്നീട് ടോയ് സോൾജിയർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അവള് ഇപ്പൊ കൂടുതൽ നന്നായിട്ട് ട്രെയിനിങ് എടുക്കും. അങ്ങനെ ട്രെയിനിങ് കിട്ടിയാണ് റബേക്ക വലുതായപ്പോ ഒരുപാട് സ്ട്രോങ് ആയി മാറിയത്. അവൾ ആ മെമ്മറീസ് എല്ലാം മനസ്സിൽ ആലോചിച്ച് ഇപ്പൊ ബാറ്റിൽ ഫീൽഡിലേക്ക് ഓടി വരികയാണ്. അവളുടെ കയ്യിലുള്ളത് ടോയ് സോൾജിയർ എപ്പോഴും അവളുടെ വീട്ടിലേക്ക് ഇടാറുള്ള ആ ഒരു റോസാപ്പൂവിന്റെ എതളാണ്. അവളങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാര്യം ഇത്രയും സമയത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി മത്സരിക്കാനായിട്ട് ബാറ്റിൽ ഫീൽഡിലേക്ക് വരുന്നത്. ഹിയർ കംസ് ദ ലേഡി ഗ്ലാഡിയേറ്റർ, പോപ്പുലർ സ്ട്രോങ് വുമൺ റബേക്ക എന്ന് ആങ്കർ വിളിച്ചു പറയും. അവളുടെ പേര് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും അവൾ ആ റിങ്കോ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും അവളോട് വെളിയിൽ പോകാനായിട്ട് പറയും. അവൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. അതേസമയം ഇവിടെ ലൂഫി അവൻ ആ പ്രിസണേഴ്സിനോട് സംസാരിക്കുമ്പോഴായിരിക്കും അവന് മനസ്സിലാവുക അവളുടെ ഗ്രാൻഡ് പേ ആയിരുന്നു പഴയ ഈ ഒരു ഐലാൻഡിന്റെ കിങ്. അദ്ദേഹം കാരണം ഈ ഐലാൻഡിന് വലിയ നാണക്കേടുണ്ടായി. അത് കേട്ട് ലൂഫി അവൻ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.
എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.